അമ്പലത്തിൽ പോകാൻ വലിയ കാര്യമായിട്ട് ഒരുങ്ങുന്നതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, പോകുന്നത് കണ്ടില്ലല്ലോ. ഏത് അമ്പലത്തിലാണ് പോയതെന്നും അറിയണ്ടേ. അപ്പോൾ ഇതാ നമ്മൾ ഊബർ ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഞാനും അമ്മയും കൂടെ പോകുന്നത്. അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ, എങ്കിലും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങ് പോകുന്ന വഴിക്ക്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം അമ്മയോട് ചോദിക്കായിരുന്നു, ഇതല്ലേ കാക്കനാട് മിനിസോ? ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളതാണ് മിനിസോ എന്ന്. അപ്പം ഞാൻ പറയായിരുന്നു, അമ്മ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളത് സിസോയാണ്, ഇതാണ് മിനിസോ എന്ന് കേട്ടോ. അപ്പം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയുക, അധികം പെട്ടെന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു പ്രത്യേകതയാണ്. അതിനുള്ളിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഊബർ ഓട്ടോയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ, കാറാണെങ്കിൽ കുറച്ച് താമസമായിരിക്കും. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഈ അമ്പലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഏതാണ് അമ്പലമെന്ന്? ഇതിപ്പോൾ ഒരു തിങ്കളാഴ്ച വൈകിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ നമുക്ക് എല്ലാവരെയും കാണാം കേട്ടോ. കാരണം എല്ലാ ദൈവങ്ങളും ഇവിടെയുണ്ട്. ശിവനുണ്ട്, പാർവതിയുണ്ട്, ദുർഗയുണ്ട്, അയ്യപ്പനുണ്ട്, അതുപോലെ ഗണപതിയുണ്ട്, കൃഷ്ണനുണ്ട്, അതുപോലെ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക സന്തോഷവും മനസ്സിനൊരു സമാധാനവുമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ കേട്ടോ. അപ്പം ഞങ്ങൾ മിക്കപ്പോഴും വൈകിട്ടാണ് വരാറ്. അമ്മയ്ക്ക് രാവിലെ വരാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ അമ്പലത്തിൻ്റെ ആ ഒരു വൈകിട്ടത്തെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കൽവിളക്കും അങ്ങനെ. ഇന്നിപ്പോൾ ഇവിടെ ചുറ്റുവിളക്കൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നോർമലി ചുറ്റുവിളക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചുറ്റുവിളക്കില്ലാത്ത. അപ്പോൾ ഞാൻ ഒരു എണ്ണയൊക്കെ വാങ്ങി, അമ്മയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അമ്മ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തു തരാറില്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാം, ഞാൻ എടുത്തു തരാം, ഞാൻ ഇതൊക്കെ ഇന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരങ്ങനെയാണല്ലോ, മക്കളുടെ സന്തോഷം, മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം. എൻ്റെ അമ്മ പണ്ടേ അങ്ങനെയാണ് കേട്ടോ. മക്കളുടെ എല്ലാ സന്തോഷങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരമ്മയാണ്. പക്ഷെ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ. അപ്പം ഞങ്ങൾ നന്നായിട്ട് അമ്പലത്തിൽ തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങിയിട്ട് ഞാനിങ്ങനെ അമ്മയുടെ എൻ്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ മുന്നേ നടക്കുക, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് കേട്ടോ. അങ്ങനെ അമ്മ എടുത്തു തന്ന വീഡിയോ ആണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഷോർട്സും നമ്മുടെ ഒന്നാം രാഗംപാടി എന്ന് പറഞ്ഞ പാട്ടിട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ ഊബർ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങിയ സമയമായപ്പോഴത്തേക്കും നല്ല ബ്ലോക്കിൻ്റെ ടൈമായിരുന്നു. കാരണം ഈ ഒരു എന്താ പറയുക, അമ്പലം ഉള്ളത് നമ്മുടെ എടപ്പള്ളി റൂട്ടിലാണ്. അപ്പോൾ ശരിക്കും നല്ല ബ്ലോക്കുള്ളൊരു ഏരിയയാണ്. പിന്നെ നമുക്ക് വന്ന് ഊബർ ചേട്ടൻ ഏതോ ഷോർട്ട് കട്ടൊക്കെ കയറി നമ്മളെ വലിയ തിരക്കുകളൊന്നും ഇല്ലാണ്ട് എത്തിച്ചു കേട്ടോ. അപ്പോൾ ഭഗവാനോട് ഒന്നും കൂടി ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ബൈ.